സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക്. നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് അല്പം അരിപ്പൊടിയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റുള്ള ഉഴുന്നുള്ളി വട. അപ്പോൾ മാവിൽ ഇത്തിരി വെള്ളം കൂടിപ്പോയാലും ഈ ഒരു രീതി ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉഴുന്ന് അധികം വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. മാവ് ചൂടാവരുത്, അത് ശ്രദ്ധിക്കണം. അത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചൂടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം ചേർത്തിട്ടോ അല്ലെങ്കിൽ ഉഴുന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചും തണുപ്പിച്ചതിന് ശേഷം അരച്ചാൽ അധികം ചൂടാവില്ല. ഇനി ഞാനിപ്പോൾ ഇത് 2 കപ്പ് അരച്ച ഉഴുന്ന് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിനായിട്ട് ഒരു 3-4 മണിക്കൂർ ഉഴുന്ന് കുതിർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. അങ്ങനെ 2 കപ്പ് ഉഴുന്ന് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ തൈര്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി വറുത്ത് പൊടിച്ച ഉലുവ, പിന്നെ ഒരു മീഡിയം സവാള കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക് കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അല്ലെങ്കിൽ നല്ലോണം ചതച്ച് ചേർത്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വേപ്പില ഒന്ന് അരിഞ്ഞ് ചേർക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. സാധാരണ ഉഴുന്നുവട തയ്യാറാക്കുമ്പോൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ അല്പം വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരല്പം തൈര് വളരെ അധികം പുളിയില്ലാത്ത തൈരാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ ഉള്ളിയും അതൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഉലുവയുടെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അതുകൊണ്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. നല്ലോണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വേണം നമ്മൾ മാവ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം, വടയുടെ ഷേപ്പിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് കോരി അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ഇതിലേക്ക് സോഡാപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെമ്പപ്പം പോലെ കൈകൊണ്ട് കോരിയിടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അരിപ്പൊടി കൂടാതെ ശ്രദ്ധിക്കണം. അരിപ്പൊടി കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ആ സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി കൂടാതെ ശ്രദ്ധിക്കണം. ചീനിച്ചട്ടിയിൽ കൊള്ളാവുന്നത്ര മാവ് കോരിയിട്ട് കൊടുക്കാം. ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് വയ്ക്കണം. ഫ്ലെയിം ഭയങ്കര കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു മറിച്ചിട്ട് എടുക്കരുത്. അപ്പോൾ ഉള്ളിൽ ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഴുന്നുവട തയ്യാറാക്കുമ്പോഴാണെങ്കിലും ഉഴുന്നരയ്ക്കുമ്പോൾ മാവ് ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുള്ളൊരു ടിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്രിഡ്ജിൽ വെക്കാം, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം അരച്ചാൽ പെട്ടെന്ന് മാവ് ചൂടായി പോവില്ല. അല്ലെങ്കിൽ ഐസ് വെള്ളം ഉപയോഗിച്ചിട്ട് അരയ്ക്കാം. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ ഉഴുന്നവടയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് മാവെടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇടണം, അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ഓയിലിൻ്റെ ചൂട് ഒട്ടും കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ മാവ് ഇങ്ങനെ ഈ വട കല്ലിച്ച് പോവും, പിന്നെ ഓയിൽ കുടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മാവ് ലൂസായാലും ഓയിൽ കുടിക്കും കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഉഴുന്നുവടേനേക്കാളും ടേസ്റ്റ് തോന്നിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്